സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും. എൻ്റെ പേര് പരീക്കുട്ടി എന്നാണ്. എൻ്റെ വീട് പെരുമ്പാവൂരാണ്. അഡാർലവിൽ ഞാൻ പട്ടിക്കാട് ഫിറോസ് എന്ന് പറഞ്ഞൊരു സീനിയർ ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. ഹായ്, ഞാൻ സിയാ ഷാജാൻ. ഞാൻ ഈ അഡാർലവിൽ ഫ്രാൻസിസ് ജെ മണവാളൻ എന്ന ക്യാരക്ടറാണ് ചെയ്യണത്. മണവാളൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഗ്യാങ്ങിലും കാണും, എപ്പോഴും ഒരു അലമ്പ് പിടിച്ച സ്വഭാവമുള്ള, എവിടെ പോയാലും പണി മേടിക്കണം, എങ്ങനെ പണി വാങ്ങാമെന്നും പറഞ്ഞ് നടക്കണ ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. അഡാർലവ് ഉമ്മർക്കാട മൂന്നാമത്തെ ചിത്രമാണ്. ഹാപ്പി വെഡ്ഡിങ്ങിൽ ഞാൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് സിനിമയാണ് പുള്ളിയുടെ. അതിനുശേഷം ചങ്സിൽ ഞാൻ ഉണ്ടായിരുന്നു. ഒന്ന് തല കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ മൂന്നാമത്തെ ചിത്രത്തിലും ഞാനുണ്ട്. അപ്പോൾ ഉമ്മർക്കാട ആദ്യ ചിത്രം മുതൽ പുള്ളിയുടെ കൂടെ ഇങ്ങനെ ഉണ്ട്. അതിനകത്തൊക്കെ എത്തണത് സോഷ്യൽ മീഡിയയിലെ ഒരു റോക്ക് ശശി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടിട്ടാണ് വിളിക്കണത്. താജുക്കായാണ് അതിനകത്ത് ആദ്യമായിട്ട് വിളിക്കണത്, പ്രൊഡക്ഷൻ കൺട്രോളർ. ഞാൻ നേരത്തെ ഡോസ്മാഷും പരിപാടിയൊക്കെ ചെയ്യായിരുന്നു. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരാൾ ഒരു കാസ്റ്റിംഗ് കോൾ ഇങ്ങനെ അയച്ചു തന്നു. അപ്പോൾ ഒട്ടും എന്തുവാ പറയുക, നമുക്ക് കിട്ടുമെന്ന് ഓർത്ത് പോയതൊന്നും അല്ല. അവിടെ ചെന്നപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ എന്തൊക്കെയോ ചെയ്തു. പിന്നെ അത് ഫിൽട്ടർ ചെയ്ത് 4 പേര് ഒരാളാകാൻ പറ്റി. ഇത് 3-4 ഷെഡ്യൂളായിട്ടാണ് ഈ ഫിലിം ചെയ്തത്. ഫസ്റ്റ് ഷെഡ്യൂള് ഇങ്ങനെ പാട്ട് ഭയങ്കര വൈറലായിട്ട്, പിന്നീട് അങ്ങോട്ട് പിന്നെ സെലിബ്രിറ്റികളായിരുന്നു ലൊക്കേഷനിൽ മൊത്തം. ആദ്യം വന്ന മറ്റേ പിള്ളേരെന്ന് പറയണതെന്ന് പറഞ്ഞാൽ സിനിമയിലോട് ഭയങ്കര ആഗ്രഹം മൂത്ത് വന്നതാണ്. എല്ലാ സിനിമ പ്രാന്തന്മാരും ഉണ്ടായി. പക്ഷേ ആ പാട്ടിൽ ഒരുപാട് പേര് സെലിബ്രിറ്റികളായി. പിന്നെ ഞങ്ങൾ സെലിബ്രിറ്റികളുടെ കൂടെയായി എന്നുള്ളത്. പിന്നെ പാട്ട് ഭയങ്കര സെൻസേഷനായിട്ട് അതിനനുസരിച്ച് ലൊക്കേഷനിൽ പിന്നെ അവർക്ക് മാറ്റങ്ങൾ വന്നു. ഓരോ വ്യക്തികൾ ഇങ്ങനെ മെച്ചപ്പെട്ടു വന്നു. പടം ഇറങ്ങണക്കായും മുന്നേ തന്നെ വരുമാനങ്ങളായി അഭിനയിച്ച ആളുകൾക്ക്. പിന്നെ എന്താ പറയുക, ഡയറക്ടറിനേക്കായൊക്കെ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് അഭിനയിച്ച ആൾക്കാരെത്തുക, കുട്ടികളെ ഇത്ര ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഒരു ഡയറക്ടറിനെ എത്തിക്കാൻ കഴിയുക, അതൊക്കെ ഇതിനകത്തുണ്ടായി. ഇതൊക്കെ കണ്ട് ഞങ്ങൾ അന്തം വിട്ട് നിൽക്കാറുണ്ട്. ആദ്യത്തെ ഷെഡ്യൂൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എല്ലാവരുമായിട്ട് അങ്ങനെ കമ്പനിയൊന്നും അല്ലായിരുന്നു. നമുക്കങ്ങനെ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അറിയത്തൊന്നുമില്ലായിരുന്നു. പിന്നെ അടുത്ത ഷെഡ്യൂൾ മുതൽ എല്ലാവരും ഭയങ്കര കമ്പനിയായി. ഇപ്പം അരുൺചേട്ടനൊക്കെ സീനിയർ ആണെങ്കിൽ പോലും നമ്മുടെ ആ മൈൻഡിലേക്ക് പുള്ളി എപ്പോഴും ഫോണിൽ PUBG ഒക്കെ കളിച്ച് നമ്മുടെ കൂടെ ഫുൾ ഫണ്ണായിരുന്നു. പിന്നെ ഇപ്പം മാത്യു പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് ഡേ ആയപ്പോൾ ഫുൾ ശോകം, പോവാണല്ലോ അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞൊരു ഫാമിലി പോലെയായിരുന്നു. എന്ന് പറഞ്ഞാൽ രാവിലെ ഷൂട്ട് തുടങ്ങും, ഒരു 9 ആകുമ്പോൾ ഷൂട്ട് തുടങ്ങും. അപ്പോൾ യൂണിഫോം ആയിട്ട് വരിക, വൈകിട്ട് സ്കൂളിൽ നിന്ന് തിരിച്ചു പോകുന്ന പോലെ, സ്കൂൾ വിടുമ്പോൾ പോകുന്ന പോലെ, ആ ഒരു വൈബായിരുന്നു എല്ലാവരുമായിട്ട്. ഭയങ്കര വിഷമമുണ്ട്. കാരണം അതൊന്നും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. നെഗറ്റീവ് വരും, അങ്ങനെ വരും, ഇങ്ങനെ വരും എന്നൊക്കെ. പിന്നെ അത് പടം ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ ഈ നെഗറ്റീവ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പടം പൊട്ടും, ഇത് ഞാൻ കാണില്ല, ഇത് കാണാൻ അനുവദിക്കില്ല, അങ്ങനെ ഒരു സെറ്റപ്പില്ലായിരുന്നു കുറേ. അപ്പം നമ്മൾ പടം ഇറങ്ങിക്കഴിയുമ്പം പടം കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, അങ്ങനെ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ പടം ഇറങ്ങിക്കഴിഞ്ഞ് ഇങ്ങനെ പടം നമ്മൾ ഫസ്റ്റ് ഡേ ഷോ തുടങ്ങി പകുതി ആയപ്പോഴേ പടത്തിൻ്റെ റിവ്യൂ വന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കുറേ ഉണ്ടായി. അപ്പം ആ ഒരു സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്. കാരണം നമുക്ക് വേണ്ടി നല്ല റിവ്യൂ എഴുതിയിട്ട കുറേ പേരുണ്ട്. അപ്പോൾ അവരോടൊക്കെ കടപ്പാട് തോന്നി. കാരണം പടം ഫുള്ളിങ്ങനെ ഡിഗ്രേഡ് ചെയ്യുമ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലേ, അതുകൊണ്ട്. എൻ്റർടൈൻമെൻ്റാണ് ഈ സിനിമ. അങ്ങനെ ബോറടിക്കണ ഒന്നുമില്ല, ലാഗിങ് ഒന്നുമില്ല. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സ്കൂൾ ഫിലിമാണ്. ഫാമിലിയായിട്ടും കാണാം. പിന്നെ നല്ലൊരു മെസ്സേജ് ഈ പടത്തിൽ കൊടുത്തിട്ടുണ്ട് ക്ലൈമാക്സിൽ. അത് കുറേ പേര് വിമർശിക്കുന്നുണ്ട്. പടം കുറേ പേര് ഇറങ്ങണക്കായി മുന്നേ പൊട്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഈ പടം തിയേറ്ററിൽ പോകരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒച്ചപ്പാടൊക്കെയായിരുന്നു. പക്ഷേ ഒരുപാട് ഫാമിലീസും ഒരുപാട് ആൾക്കാർ നല്ല
ഈ പടം എടുത്തതിനെ പറ്റി ഡയറക്ഷൻ സൈഡൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങുന്നു. തുടക്കത്തിൽ ഇങ്ങനെ ഈ ക്ലൈമാക്സിൻ്റെ പ്രശ്നങ്ങൾ നെഗറ്റീവൊക്കെ വന്നു. ഇപ്പോൾ അതേ കുറേ പേര് നല്ല രീതിയിൽ തിയേറ്ററിൽ റെസ്പോൺസ് ഉണ്ടെന്ന് അറിയുന്നത് ഒരു സന്തോഷമുണ്ട്. എല്ലാവരും ഓൾമോസ്റ്റ് ഒരു 75% ആൾക്കാരും പറഞ്ഞത് ക്ലൈമാക്സ് ഇതായി പടം അത്രയും കൊണ്ടുപോയിട്ട് ക്ലൈമാക്സ് കൊണ്ട കളഞ്ഞു എന്നൊരു രീതിയിലാണ്. അതേപോലെ തന്നെ നല്ലത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഈ ഒരു ക്ലൈമാക്സ് വെച്ച് നിങ്ങൾ പടം കാണുവാണെങ്കിൽ അങ്ങനെ പറഞ്ഞവർക്ക് എന്തായാലും പടം ഇഷ്ടപ്പെടും. എല്ലാം ഒരു നല്ല സിനിമ ആയിരിക്കും. ഫാമിലിക്കും പിള്ളേർക്കും എല്ലാം കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സിനിമ ആയിരിക്കും. പാട്ട് പാടാം, നമ്മുടെ ഹിറ്റായ പാട്ട് തന്നെ പാടാം. മാണിക്യ മലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി വിലസിടും നാരി. ഹാപ്പി വെഡിങ്ങിൽ നമുക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിപ്പോയി. ഫസ്റ്റ് ക്യാരക്ടർ അത് അനുസിത്താരായിട്ടുള്ളൊരു തേപ്പ് സീനായിരുന്നു. അത് ഭയങ്കരമായിട്ട് നമുക്ക് റീച്ച് കിട്ടിയൊരു ക്യാരക്ടറാണ്. പിന്നെ ചങ്സിൽ എനിക്ക് പറ്റിയ ക്യാരക്ടറൊന്നും ഉണ്ടായില്ല, പക്ഷെ എന്നാലും ഞാൻ അന്ന് തല കാണിച്ചിട്ടുണ്ട്. പിന്നെ അഡാർ ലവിൽ നമ്മൾ ശരിക്കും നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടാണ് ആ ക്യാരക്ടർ അതിൽ ചെയ്തത്. അതിൻ്റെ ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടാണ് ആ സംഭവം ചെയ്തത്. എന്തായാലും അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടാണ് അത് നന്നായിട്ട് ചെയ്യാൻ പറ്റിയത്. അത് ഇപ്പോൾ ഈ ക്യാരക്ടർ എനിക്ക് ഇങ്ങനെ ഫോം ചെയ്ത് തന്നത് ഞാൻ വിശാഖ്, കാസ്റ്റിംഗ് ഡയറക്ടറുണ്ട്, ആശാൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. വിശാഖാണ് എനിക്ക് ഈ പട്ടിക്കാട് ഫിറോസ് എന്നുള്ളൊരു ക്യാരക്ടർ ഡിസൈൻ ചെയ്ത് തന്നത്. പട്ടിക്കാട് ഫിറോസ് എന്ന് പറഞ്ഞ ഒരു കലിപ്പായിട്ടുള്ള ക്യാരക്ടറാണ്. നമ്മുടെ നായകന്മാരെയൊക്കെ ഇങ്ങനെ വിരട്ടി നിർത്തിയേക്കണ ഒരു മാസ് ക്യാരക്ടറാണ്. അതെന്തായാലും കുറച്ച് സീനുള്ളെങ്കിലും അത് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്, കണ്ടിട്ട് നന്നായി എന്ന് പറയുന്നുണ്ട്. ഒരുപാട് സന്തോഷം. വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല. ലൊക്കേഷനിൽ നമ്മൾ ആദ്യം ജൂനിയർ ആർട്ടിസ്റ്റായിട്ടായിരുന്നു വന്നല്ലോ. അപ്പോൾ ഞാനും അത്ര വലിയ ക്യാരക്ടർ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ക്യാരക്ടർ ചെറിയ മുഖം കാണിക്കാൻ വന്ന ആൾക്കാരൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ പ്രിയവായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അപ്പോൾ ഭയങ്കര കമ്പനിയൊക്കെ ആയിരുന്നു. പിന്നെ അതിനുശേഷം പ്രിയവായിട്ടറായി മാറിയപ്പോൾ അതിൻ്റേതായ ഒരു ഡിഫറൻസ് വന്നു. കമ്പനി കുറവൊന്നുമില്ല, അറിയാം, അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ അഡാർ നായിക നൂറിൻ ഷെരീഫ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവളുടെ ക്യാരക്ടർ നല്ല ആളുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. പിന്നെ സിയാദ് നല്ല റെസ്പോണ്ടാണ് അവൻ്റെ ക്യാരക്ടറിന് കിട്ടിയേക്കണേ. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും എടുത്ത് പറഞ്ഞ് നൂറിന് സിയാദ്, പിന്നെ എൻ്റെ പേര് പറഞ്ഞതെന്ന് ഞാൻ തന്നെ അങ്ങോട്ട് പറയാണ്ട്.